ഞാൻ ലിവില്ലി. അപ്പം ഞാൻ ഇന്ന് സർവമായ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അതായത് നിവിൻ പോളി, അജു വർഗീസ് ഇവരുടെ കൂട്ടുകെട്ടിലുള്ള ഒരു സിനിമ. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി എന്റർടൈനർ അങ്ങനെ വേണം പറയാം. കാരണം വലിയ മോശമായിട്ടല്ല എനിക്ക് ആ പടം കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ പടത്തിൽ അജു വർഗീസ് നിവിൻ പോളിയും കൂടാണ്ട് ജനാർദ്ദനൻ, അതേപോലെ കുറേ പേര്, പിന്നെ കൂടുതൽ പേരുടെ പേരൊന്നും പറഞ്ഞത് പറയല്ല. കാരണം കൂടുതൽ പേരുടെ പേര് ഞാൻ പറയല്ല. എന്തായാലും പടം ഒരു ഫീൽ ഗുഡ് നല്ല കോമഡി പടം അങ്ങനെ പറയാം. പിന്നെ അജും ധ്യാനും അല്ല ധ്യാനും പോട്ടെ, നിവിൻ പോളി, അജുൻ നിവിൻ പോളി അവരുടെ ഒരു കൂട്ടുകെട്ട് ഈ പടത്തിൽ അത്രയ്ക്ക് ഇല്ലെങ്കിലും ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം ഒരു മുഴുനീള ഇവരുടെ കൂട്ടുകെട്ടല്ല ഈ പടത്തിൽ. ഇതില് ശരിക്കും പറഞ്ഞാൽ ഈ പടം എന്ന് പറഞ്ഞാൽ പണ്ട് ഇറങ്ങിയ വിസ്മയതുപത്ത്, അതേപോലെ തന്നെ ഈച്ച, പിന്നെ ടെടി എന്ന് പറഞ്ഞ തമിഴ്, ഇതിൻ്റെയൊക്കെ കൂടി ഒരു കൂട്ടിച്ചേർത്ത് സിനിമ ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നി. പിന്നെ ക്ലൈമാക്സ് എന്തിനോ വേണ്ടി എടുത്ത ഒരു പടം. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം അത് പടം കണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാവില്ല എന്നല്ല, അതില് ഒരു 100 ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. പിന്നെ പടം കണ്ടവരോട് ഞാൻ പറയാം, ഇതിൽ ചിലപ്പോൾ മിക്കവാറും സ്പോയിലർ ഉണ്ടാവും. കാരണം എനിക്ക് ആ സിനിമ കണ്ടിട്ടോ എനിക്ക് അവസാനം മനസ്സിലായില്ല. കാര്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറയണേ, പടത്തിൽ എന്തായാലും സ്പോയിലർ ഉണ്ടാവും. ഇനി പറയാൻ പോണ കാര്യത്തിൽ സ്പോയിലറാണ്. പക്ഷെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയല. അതായത് ഇതില് ഒരു സാധനമുണ്ട്, അത് നിവിൻ പോളിയായിട്ട് കൂട്ടുകൂടി മറ്റേ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ സ്റ്റോറി ഒന്നും ഓർക്കാൻ പറ്റുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ അതെന്തോ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് നിവിൻ പോളിയുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഞാനത് ഇപ്പോഴും പറയണം, കാരണം എനിക്ക് എവിടെ തുടങ്ങണം എങ്ങനെ പറയണമെന്നൊന്നും മനസ്സിലാവില്ല. കാരണം ഇന്നലെ പടം ഇറങ്ങി, ഇന്ന് തന്നെ ഞാനത് പറഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും പടത്തിൻ്റെ OTT ഇറങ്ങണേ, OTT ഇറങ്ങുന്ന ദിവസം ഞാനിത് എന്തായാലും പറയും. അതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് അറിയണവരാ കണ്ടിട്ട് മനസ്സിലായവരുണ്ടെങ്കിൽ കമൻ്റ് ഇടാം, ഞാൻ അതിൽ പറയാം. അല്ലാണ്ട് എങ്ങനെ പറയാം, ഇന്നലെ പടം ഇറങ്ങി അതിൻ്റെ ഫുള്ള് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റേ നിവിൻ പോളി ഇപ്പോഴും ധ്യാനിന്റെ ഒരു കംബാക്ക് എന്നൊന്നും പറയാനില്ല. കാരണം ഈ പടത്തിന്റെ കഥയും അതിലത്തെ കോമഡി സിറ്റുവേഷൻസും കൊണ്ട് തന്നെയാണ് പടം കുറച്ചും കൂടി ഒന്ന് ഹിറ്റ് ആവുന്നത്. അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലൊരു ആക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു പാട്ടും ഉണ്ട്. ഇത് രണ്ടും കിട്ടില്ല സംഭവമായിരുന്നു. അതായത് നിവിൻ പോളിയുടെ ആക്ഷൻ അത് കുഴപ്പമില്ല, അതേപോലെ തന്നെ പാട്ടിൽ നിവിൻ പോളി അല്ലെങ്കിലും പാട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. തിയേറ്ററിൽ തന്നെ ഇരുന്ന് കേൾക്കാനുള്ള എല്ലാ സംഭവവും ആ പാട്ടിലുണ്ട്. പിന്നെ പറഞ്ഞല്ല അജു വർഗീസും ധ്യാനായിട്ട് ഇതെപ്പോഴും ധ്യാനിന്റെ പേരല്ലേ കയറി തന്നെ. അജു വർഗീസും നിവിൻ പോളിയായിട്ട് ഉള്ള അങ്ങനെ ഒരു ഫുൾ ഇതല്ല. പക്ഷെ അവരുടെ കോമഡിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കോമഡിയൊക്കെ നല്ല രസമുണ്ട്. അതായത് എന്താ പറയാ, എന്നാ പിന്നെ ഞാൻ പറയാം, എനിക്ക് എങ്ങനെ പറയണ്ടതെന്നും കൂടി എനിക്ക് മനസ്സിലാവുള്ള ഇതിന്റെ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. കാരണം എനിക്ക് അതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിവിൻ പോളിയുടെ അടുത്ത് പറയണ പോലെയല്ല ശരിക്കും അതിലൊരു സംഭവം നടക്കുന്നുണ്ട്. അത് നിവിൻ പോളിയുടെ അടുത്ത് വേറൊരു രീതിയിലും, നിവിൻ പോളി അതിലത്തെ നായകനാണെന്നും പറഞ്ഞ് നിവിൻ പോളി വേറൊരു സ്ഥലത്ത് പോയി പറയണ ഒരു കാര്യമുണ്ട് അതിൽ. അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. അത് നിങ്ങൾ എന്തായാലും പടം കണ്ടു നോക്കുക. എന്തായാലും പടം എന്തായാലും ഒരു കോമഡി എന്റർടൈനർ അങ്ങനെ രസമായിട്ട് എന്തായാലും ലാഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തല്ല. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രസമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഇതൊക്കെ തന്നെ. പിന്നെ ഇതിലെ സെന്റിമെന്റ്സ് മറ്റേ ഇമോഷണൽ ടച്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇമോഷണലായിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് നമുക്ക് പടം തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അത് എങ്ങനെ പറയാ, അത് നമുക്ക് മനസ്സിലാവും. ആ ഇമോഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊണ്ടുണ്ട്. എന്തായാലും പടം കുഴപ്പമില്ല കേട്ടോ. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ റിപ്പീറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ മറ്റേ ബബ്ബനേക്കാളൊക്കെ എന്ത് ഭേദമെന്ന് പറയാം. ബബ്ബ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് വാല്യൂ ഇല്ല, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കുറേ പടങ്ങളുടെ ഇത് തോണ്ടിയെടുത്തോണം.
അതേപോലെ തന്നെ ക്ലൈമാക്സ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കണം, അത്രയാണ് എനിക്ക് തോന്നിക്കുന്നത്. ഏതായാലും പടം കണ്ടവരുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതലൊന്നും ഇല്ല പറയാം. എന്തായാലും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് ഇനി കയറാനുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ സർവ്വമായുണ്ട്. ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് കയറാം. കാരണം ഒരു തരത്തിലും ബോറടിയോ ലാഗോ ഒന്നും ഈ പടത്തിൽ ഫീൽ ചെയ്തില്ല. എനിക്ക് ചെയ്തിട്ടില്ല. എന്തായാലും കണ്ടു നോക്ക്. ശരി.